ഹലോ നമസ്കാരം. സ്വപ്നാസ് ഫുഡ് ആൻഡ് ട്രാവലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചോദിക്കട്ടെ, എല്ലാ കൂട്ടുകാരും എങ്ങനെ ഇരിക്കണേ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടാണോ ഇരിക്കണേ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയണത്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പെർത്തിലെ മിഡ്ലാൻഡ് എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് സെൻറ്ററിലേക്കാണ്. മിഡ്ലാൻഡ് ഷോപ്പിംഗ് സെൻറ്ററിലേക്കാണ്. മിഡ്ലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഈ മിഡ്ലാൻഡ് ഷോപ്പിംഗ് സെൻറ്റർ. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ കാർ പാർക്കിങ്. ഈ ഷോപ്പിംഗ് സെൻറ്ററിലേക്ക് ഞാൻ എന്തിനു വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഷോപ്പുണ്ട്, അതൊന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെയും ഒരു കാര്യമുണ്ട്, അത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഇന്ന് ക്രമേണ കുറച്ച് തിരക്ക് കുറഞ്ഞ ദിവസമാണ്. കാരണം ഇന്നൊരു സെലിബ്രേഷൻ ഡേ ആണ്. അപ്പോൾ ലീവുള്ള ദിവസമല്ലേ അങ്ങനെ തിരക്കുണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലീവ് മാത്രമല്ലല്ലോ, അവർക്ക് സെലിബ്രേഷൻ അല്ലേ. അപ്പോൾ സെലിബ്രേഷനും കൂടെ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾക്കും സെലിബ്രേറ്റ് ചെയ്യാനാണ് നമ്മൾ പുറത്ത് വന്നിരിക്കുന്നത്. നമ്മുടെ ഐഡിയ വേറെയാണ് കേട്ടോ, അവരിലൊന്നും വളരെ വിഭിന്നമായ ഐഡിയയാണ് നമുക്കുള്ളത്. അപ്പോൾ എനിക്ക് ഷോപ്പിംഗ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ക്രേസ് തന്നെയുണ്ട്. നിങ്ങൾ ആർക്കൊക്കെ ഉണ്ട് ഇങ്ങനത്തെ ക്രേസ്? അങ്ങനെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരേ ചിന്താഗതി, നമ്മൾ ഒരേ ബോട്ടിൽ യാത്ര ചെയ്യുന്നവരാണ്, അങ്ങനെ നമുക്ക് ചിന്തിക്കാം. ഇത് ഇഷ്ടമില്ലാത്തവരും ഉണ്ട്. അപ്പോൾ അവർ വിചാരിക്കും അത് നമുക്ക് പറ്റിയ വീഡിയോ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അവർ വേഗം അങ്ങോട്ട് മടങ്ങിപ്പോവും. ഇത് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും ഇല്ലേ? അങ്ങനെ എല്ലാവർക്കും ഒരു ഹായിട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ കടകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ ഒന്ന് ഉൾവലിയും. അപ്പോൾ ഞാൻ മാത്രം ഇങ്ങനെ ഉൾവലിയണ ആളുള്ളതിൽ ബാക്കി അവരൊക്കെ അവരെത്തേണ്ടവർക്ക് എത്തിയിട്ടുണ്ടാവും. ഇത് ഞാനിങ്ങനത്തെ കടകളൊക്കെ കണ്ടോ? ഇപ്പോൾ ഈ ബട്ടർ സ്റ്റോറേജ് ബോക്സ്, ഇതൊക്കെ ഞാൻ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് കാലത്രയെന്ന് അറിയൂ. ഇപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ മനസ്സിലാവുണ്ടാവൂലേ ഞാൻ എന്താണ് പറയണമെന്നുള്ളത്. ബാക്കി ആർക്കും തന്നെ മനസ്സിലാവില്ലേ ഇത് എന്താണിത്, ഇത്ര കടകളിൽ ഇത്ര സാധനങ്ങൾ ഇരുന്നിട്ടൊക്കെ വാങ്ങിക്കൂടെ എന്നല്ല നിങ്ങൾ ചോദിക്കുന്നുണ്ടാവാം. വരട്ടെ, കാരണം എനിക്ക് വെറൈറ്റി വേണം. വെറൈറ്റി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കാണുന്ന ഇത്രയും 3-4 ടൈപ്പ് ഓഫ് വെറൈറ്റി ബോക്സസ് കണ്ടിട്ട് വരെ ഞാൻ വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവൾക്ക് ഒരു കൊമ്പ് കൂടുതലല്ലേ എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ, ഞാനിങ്ങനെ കുറച്ച് എന്താ പറയുക, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് നോക്കണത്. അതെന്താണെന്നാണ് ഇവരെല്ലാവരും ചോദിക്കുന്നത്. ഈ പറയുന്ന ഡിഫറെൻ്റ് എന്താണെന്നാണ് ഈ ചോദിക്കുന്നത് അവരെന്നോട്. ശരി വിട്. ഇപ്പം നമുക്ക് വന്ന കാര്യത്തിലേക്ക് കിടക്കാം. TK Maxx എന്ന് പറയുന്ന ഷോപ്പാണ് കേട്ടോ ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. ഡിസ്കൗണ്ടഡ് ഡിസൈനർ ഫാഷൻ ഷോപ്പാണത്. അപ്പോൾ ഈ ഷോപ്പ് എൻ്റെ വീട്ടിൽ ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. അതെങ്ങനെ അറിഞ്ഞിരിക്കുന്നു? അപ്പോൾ എന്താണ് ഇവിടെ പ്രശ്നം? എൻ്റെ അറിവില്ലായ്മയാണോ അവരുടെ അറിവ് കൂടുതലാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ ഷോപ്പിൽ എക്സസറീസ് ഉണ്ട്, ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഉണ്ട്, ഹോം വെയേഴ്സ് ഉണ്ട്. പിന്നെ മറ്റ് ഷോപ്പുകളിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു സ്റ്റൈലായിട്ടുള്ള കുപ്പികളൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ ഇതൊക്കെയല്ലേ നമ്മളെ അട്രാക്റ്റ് ചെയ്യിക്കണത്. എന്നാൽ ഈ ഷോപ്പിൽ എനിക്ക് എന്നെ അട്രാക്റ്റ് ചെയ്യാത്ത സാധനങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ ബ്രാൻഡഡ് ബാഗ്സും ഉണ്ട്, നമ്മൾ ഇതുവരെ കേൾക്കാത്ത കുറേ പേരുകളുള്ള ബാഗുകളുണ്ട്. ഇതിലേതാണ് സത്യം ഏതാണ് അസത്യം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇതാണ് ഹോം വെയേഴ്സ്. ഹോം വെയേഴ്സ് കുറേ ഗിഫ്റ്റ് ഐഡിയാസുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഗിഫ്റ്റ് ഐഡിയാസ് എന്ന് പറയുമ്പോൾ ഇവിടെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഗിഫ്റ്റുകളാണ് കണ്ടത്. പിന്നെ വളരെ സിംഗിൾ പീസായിട്ടുള്ള നല്ല ഈ മെക്സിക്കൻ സ്റ്റൂളിൻ്റെ സ്റ്റൈലുള്ള സ്റ്റൂളുകൾ, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാമല്ലോ, എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ അറിയാം ഞാൻ ഇതിനോടൊക്കെ ഒരു ക്രേസ് ഉള്ള ആളാണ്. അപ്പോൾ ചോദിക്കും ഏതിനോടാണ് ചേച്ചിക്ക് ക്രേസ് ഇല്ലാത്തതെന്ന് ചോദിക്കും. എന്ത് ചെയ്യാൻ കുട്ടികളെ, ഞാൻ ഇങ്ങനെയായി പോയി. ഒരു പ്രത്യേക പ്രോഡക്റ്റ്. പിന്നെ ഇത് ഫ്ലോർ റഗ്. ഇപ്പോൾ ഇവിടെ ഇതെന്താണ് സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വായിച്ചത് തന്നെയാണ് സ്പെഷ്യാലിറ്റി. ഇത് മെഷീൻ വാഷബിളാണ്. ഇപ്പോൾ മെഷീൻ വാഷബിളായിട്ടുള്ള ഫ്ലോർ റഗ് നമുക്ക് വളരെയധികം ഉപയോഗപ്പെടും. അപ്പോൾ മനസ്സിലാക്കുക, അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് പുറത്ത് കൊണ്ടുപോയിട്ട് കഴുകണം, പിന്നെ അത് ഉണങ്ങിയില്ലെങ്കിൽ മണടിക്കും. പിന്നെ മെഷീൻ വാഷബിൾ ആയിട്ടുള്ള ഫ്ലോർ റഗുകൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത് കണ്ടോ, സ്റ്റോറേജ് ബോക്സുകൾ. ഈ കളറുള്ള സ്റ്റോറേജ് ബോക്സുകൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടാവാൻ വഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കണ്ടിട്ടില്ല. പിന്നെ കസ്റ്റം മെയ്ഡ് ആയിരിക്കണം. ചിലപ്പോൾ ഇതേപോലെ ആരെങ്കിലും കസ്റ്റം മെയ്ഡ് ഇതുപോലെ കൊണ്ടുവച്ചാണോ എന്ന് എനിക്കറിയില്ല, അവർക്ക് വേണ്ടാഞ്ഞിട്ട്. ഇത് നോക്കി, സെറാമിക് ബൗൾസ്, സെറാമിക് കപ്സ് ആൻഡ് സോസേഴ്സ്, പ്ലേറ്റ്സ്, പിന്നെ സ്പൂൺസ്, വെറൈറ്റി ഓഫ് പ്ലേറ്റ്സ് ഉണ്ട്. അതാണ് എന്നെ കുറേ ആകർഷിച്ചത്. വളരെയധികം ആകർഷിക്കപ്പെട്ട വസ്തുക്കളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. കുറേ സ്റ്റീൽ പാത്രങ്ങൾ, നോൺ സ്റ്റിക്ക് പാനുകൾ, പിന്നെ ടവൽസ്, അങ്ങനത്തെ ഒക്കെ ഉണ്ട്. എന്നെ ഇഷ്ടപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞൊരു സാധനം ഇവിടുത്തെ ക്ലോത്ത്സാണ്. ഡ്രസ്സും അങ്ങനത്തെ വെറൈറ്റി കുറച്ച് കുറവാണ്. പിന്നെ എനിക്ക് എന്തോ അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് നിങ്ങൾക്ക് പോയി കാണുമ്പോൾ ഇഷ്ടപ്പെടോ ഇല്ലേ എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കും. ഞാൻ പറഞ്ഞത് ഒരു മുൻധാരണ വെച്ച് പോകരുത്. അപ്പോൾ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കില്ലേ എനിക്കിഷ്ടപ്പെട്ടില്ല, അപ്പോൾ എൻ്റെ മനസ്സിലത് കയറും, എനിക്കിഷ്ടപ്പെട്ടില്ല. അങ്ങനെ വെക്കരുത് കേട്ടോ, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടങ്ങളുണ്ടാവണം. ഓക്കെ, ഇങ്ങോട്ട് വന്നിരിക്കണേ ഞങ്ങൾ രണ്ടുപേരുടെയും കല്യാണ വാർഷികമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇതിൽ ഫേസ്ബുക്കിൽ നമ്മൾ ടോഡി ആൻഡ് കോ എന്ന് പറഞ്ഞിട്ടൊരു കട കണ്ടു. അപ്പോൾ ഈ ടോഡി എന്ന് വെച്ചിട്ടുള്ള കാരണം കൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഈ ടോഡി ഇതൊക്കെ ഇവിടെ കിട്ടാൻ സാധ്യത കുറവല്ലേ എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു ഉള്ളിൽ. പക്ഷേ
ഇവിടെ ആ സാധനം കിട്ടും. വരട്ടെ. ഇപ്പം നിങ്ങളുടെ കണ്ണ് കുറച്ച് പേർക്കൊക്കെ ഇങ്ങനെ തുറച്ചു ഇല്ലേ, ഇത് കിട്ടൂ ഇവിടെയൊക്കെ എന്ന്. അപ്പോൾ നാട്ടിൽ വളരെ പണ്ട് 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 നിങ്ങൾക്കൊക്കെ അറിയുമോ എന്നറിയില്ല, പണ്ട് തെങ്ങും കള്ളെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതാണ് കേട്ടോ വളരെ, ഇത് ഒരു ശ്രീലങ്കയിൽ നിന്ന് വരുന്നതാണ് കേട്ടോ അത്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്താ പറയുക, പുറത്തേക്കൊന്നും അങ്ങനെ നമുക്ക് വാങ്ങിക്കാനൊന്നും പറ്റില്ല, അവിടെ ഉള്ളിൽ പോയി ഇരുന്നാൽ കഴിക്കാൻ പറ്റും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് ആഗ്രഹമുള്ളവർക്കും വരാം. ഭക്ഷണം അതിനെ പറ്റിയും പറയണം. നല്ല ഫുഡായിരുന്നു, എസ്പെഷ്യലി മലയാളി ഫുഡ്, ഒതൻറ്റിക് ആയിട്ടുള്ള മലയാളി ഫുഡും കിട്ടും. നല്ല നല്ല ഫുഡായിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അത് വിസിറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കാണാം. മിഡ്ലാൻഡിൻ്റെ അടുത്താണ് കേട്ടോ. പിന്നെ നമ്മളിവിടെ അവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ല. അപ്പോൾ നമ്മൾ കെറോസൽ ഷോപ്പിംഗ് സെൻറ്റർ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലത്തേക്ക് വന്നു. ഇവിടെ എനിക്ക് ഗിഫ്റ്റായിട്ട് പൈജാമ മതി ചേട്ടാ എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം അടുത്ത് വെച്ച് വന്നൊരു ക്രേസാണ്. ഏത് പൈജാമയല്ല, അതിലിങ്ങനെ കുറച്ച് ഈ പറഞ്ഞ പോലെ തന്നെ വെറൈറ്റി. അതെന്താണ് ഈ വെറൈറ്റി എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഇങ്ങനത്തെ ഭ്രമങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടാവൂലേ. പ്രായം ഇതൊക്കെ നമുക്ക്, പ്രായം നമ്മിൽ മോഹം നൽകി എന്നുള്ള പാട്ടൊക്കെ കേട്ടിട്ടില്ലേ, ആ ഒരു സിറ്റുവേഷനിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്ന കുട്ടികളെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നുണ്ട്. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി എൻ്റെ വീഡിയോയ്ക്ക് അധികം ലെങ്ത് ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകും. അപ്പോൾ NH 47 കയറിയ മാതിരി ഇതാ ഒരു പോണ പോക്കേ. ഇതൊരു മുക്കാൽ പാൻ്റ് എന്നതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. ബായ്.